എന്താണ് MLA പറയാനുള്ളത്? അതെ, ഒരു 10 കൊല്ലമായിട്ട് കൂടുതൽ കാര്യമൊന്നും കിട്ടിയില്ലല്ലോ. പഴയ ശിലായുഗത്തിലേക്ക് ഒന്ന് തിരിച്ചു പോട്ടെ, കുറച്ച് ഉയർക്കട്ടെ. 5 കൊല്ലം ഞങ്ങൾക്ക് സമരം ചെയ്യാൻ വെയിലൊക്കെ കൊള്ളണമല്ലോ. അപ്പോൾ ഇപ്പോൾ നല്ലതാണ് CPM-ന്. ഇതുവരെ ഒന്നും ഇല്ലായിരുന്നല്ലോ. എവിടെയായിരുന്നു 10 കൊല്ലം ഭരിക്കല്ലായിരുന്നു? എന്തായിരുന്നു കൊണ്ടുവരായിരുന്നു? റവന്യൂ അവരുടെ കയ്യിലുണ്ടായിരുന്നല്ലോ, ആരോഗ്യം അവരുടെ കയ്യിലുണ്ടായിരുന്നല്ലോ, മുഖ്യമന്ത്രി അവരുടെ കയ്യിലുണ്ടായിരുന്നു. എന്തേ ഉണ്ടായിരുന്നു പണി? ഇപ്പം വ്യാഴാഴ്ച തെരഞ്ഞെടുപ്പാകുമ്പോൾ ഉള്ളിൽ കെട്ടട്ടെ, അവിടേക്കും അങ്ങനെ കിട്ടുമല്ലോ. അതിനെങ്കിലും കയ്യും കാലും ഒന്ന് അനങ്ങുമല്ലോ. അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഇത്ര കാലം നിങ്ങളുടെ ആവശ്യങ്ങളൊന്നും പരിഗണിക്കാതെയാണ് അവർ ഈ ഒരു അത് 10 കൊല്ലമായിട്ടൊന്നും നടന്നില്ല. എല്ലാത്തിനും മുടക്കിയാളേന് അറിയങ്ങള് പുല്ലുട്ടിൻ്റെ പട്ടിനെ മാതിരിയാണ്, തിന്നൂല്ല തീറ്റിച്ചില്ല. അതേന് 10 കൊല്ലം CPM. അവസാനം ഞാൻ ശക്തമായി വാദിച്ച് നിയമസഭയിൽ വാദിച്ചപ്പോഴാണ് എനിക്കതിന് അംഗീകാരം കിട്ടിയത്. അല്ല, ഇവരാരും അധികാരം കൊടുത്തില്ല. ഇവരാരെങ്കിലും അവിടെ പൂക്കോട് ജോലിയിൽ നവീകരിച്ച ആശുപത്രി വേണമെന്നുള്ളത് ഒരു പെറ്റീഷനും കൊടുത്തിട്ടില്ല. ഞാൻ തന്നെ കൊടുത്തിട്ടുള്ളൂ. അന്ന് CPM ഇതിന് കൂടെ നിന്നിരുന്നോ? ഈ ഒരു ഒന്നിനൊന്നുമില്ല, പൂക്കോട് ജോലിക്ക് മാറ്റം നിന്നില്ല. എല്ലാത്തിനും ആ ആശുപത്രിയുടെ നവീകരണം വരുമ്പോൾ അപ്പോഴും എല്ലാത്തിനും അവിടെ 4.25 കോടി രൂപ വർക്ക് എടുത്തില്ലല്ലോ. ആരാണ് നിർത്തിപ്പിച്ചത്? അവിടെ ടെൻഡർ അയച്ച് വർക്ക് തുടങ്ങിയില്ലല്ലോ. അതിന് ഇല്ലത് നന്നാക്കാൻ വേണ്ടിയിട്ട് അതിനും സമ്മതിച്ചിട്ടില്ലല്ലോ. എന്തോ ഒരു പ്രേമാണ് ഇപ്പോഴല്ലേ ഉള്ളൂ. മണ്ഡലത്തിലെ വികസനങ്ങൾ മുടക്കുന്ന നയമാണ് CPM. എന്താ വിഷയം? സമയത്ത് ഇലക്ഷൻ ആകുന്നതുള്ളൂ. ഞാൻ ശക്തമായി അസംബ്ലിയിൽ എൻ്റെ മണ്ഡലത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങളും എൻ്റെ മണ്ഡലത്തിലേക്ക് ആവശ്യമുള്ള വികസനങ്ങളും അസംബ്ലിയിൽ പോരാടി തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെ ചെയ്യും. വാർത്തകൾ നേരത്തെ അറിയാൻ Facebook പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.